നടന്നോളൂ നടന്നോളൂ.
ദൈവത്തിൻ കൂടാരം ഇന്നിതാ ഇവിടെ, സ്വർഗ്ഗത്തിൻ വെച്ചാരം നവ്യ ജെറുസലേം. സിംഹാസനസ്ഥൻ അരുളി ചെയ്യുന്നു, സർവവും ഞാനിതാ നവ്യമാക്കുന്നു. സ്വന്തമാ ജനതയായി നിങ്ങളെ മാറ്റി ഞാൻ, സർവവും ഞാനിതാ നവ്യമാക്കുന്നു, നവ്യമാക്കുന്നു. ദൈവത്തിൻ കൂടാരം. പ്രിയമുള്ളവരെ, പ്രദക്ഷിണം തുടങ്ങുകയാണ്. നിങ്ങളെല്ലാവരും ഈ ദേവാലയത്തിനോട് ചേർന്ന് പിതാവും വൈദികരും കടന്നു വരുമ്പോൾ അവർക്ക് വഴിയൊരുക്കിക്കൊണ്ട് നിൽക്കുവാനായിട്ട് പ്രത്യേകം സ്വർഗ്ഗത്തിൻ നച്ചാരം നവ്യ ജെറുസലേം. പരിശുദ്ധ ഫാത്തിമ മാതാവിൻ്റെ മഹത്വത്തിനായി തൃശ്ശൂർ മടായിക്കോണത്ത് സ്ഥാപിതമായിരിക്കുന്ന ഫാത്തിമ മാതാ ദേവാലയത്തിൻ്റെ ആശീർവാദ കർമ്മത്തിൽ പങ്കുചേരുവാനെത്തിയിരിക്കുന്ന എല്ലാവർക്കും യേശുവിൻ്റെ നാമത്തിൽ സ്വാഗതം. വിശുദ്ധ തോമാസ് ലിഹയുടെ പാദസ്പർശമേറ്റ മഹിത പാരമ്പര്യമുള്ള കോട്ടപ്പുറം ലത്തീൻ രൂപതയുടെ കീഴിൽ മാടായിക്കോണത്ത് ഫാത്തിമ മാതാവിൻ്റെ നാമത്തിൽ ഒരു ദേവാലയം വരുന്നത് തികച്ചും ആനന്ദകരം തന്നെയാണ്. 1917 പോർച്ചുഗലിൽ ഫാത്തിമയിൽ കോവാഡി ഏരിയ എന്ന പ്രദേശത്ത് 3 കുട്ടികൾക്ക് പ്രത്യക്ഷപ്പെട്ട് ദൈവം കൈവിടാതെ എല്ലാവരും പ്രാർത്ഥിക്കണമെന്നും ഓർമ്മപ്പെടുത്തിയ പരിശുദ്ധ മാതാവ്, ആ ഫാത്തിമയുടെ പുണ്യഭൂമിയിൽ നിന്നും കൊണ്ടുവന്നിരിക്കുന്ന ഫാത്തിമ മാതാവിൻ്റെ തിരുസ്വരൂപം ഈ ദേവാലയത്തിൽ പ്രതിഷ്ഠിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്നും വരമഴയായ അനുഗ്രഹങ്ങൾ പരിശുദ്ധതയും ഈശോയ്ക്ക് എപ്പോഴും ആശ്രയമായ മാതാവ് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് എന്നും ആശ്വാസവുമായിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തൃശ്ശൂരിൻ്റെ പാതുവ എന്നറിയപ്പെടുന്ന തിരുഹൃദയ ദേവാലയത്തിൻ്റെ മേൽനോട്ടത്തിലാണ് ഈ ദേവാലയം സജ്ജമാക്കിയിരിക്കുന്നത്. മാതാവിനോടുള്ള ഭക്തി യഥോചിതമായി വർദ്ധിപ്പിക്കുവാൻ ഈ ദേവാലയം കാരണമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ
ഈ ദേവാലയ ആശീർവാദ കർമ്മത്തിൽ നമുക്ക് പങ്കുചേരാം. ഇപ്പോൾ ദേവാലയ കവാടത്തിലെ നാടമുറിക്കൽ ചടങ്ങും അതോടൊപ്പം തന്നെ ഈ ദേവാലയത്തിൻ്റെ സക്രാരിയുടെ താക്കോൽദാനം നൽകലും നിർവഹിക്കപ്പെടുന്നു. തുടർന്ന് അഭിമന്യ പിതാവിൻ്റെ നിർദ്ദാനുസരണം ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ കവാടം തുറക്കുന്നു. അഭിമന്യ പിതാവിൻ്റെ നിർദ്ദേശം സ്വീകരിച്ച് കുരിശുവാഹകന്റെ പിന്നാലെ ഗായക സംഘത്തോടൊപ്പം ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് നാം ദേവാലയത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സമാധാനം നിങ്ങളോടുകൂടെ. സ്നേഹബഹുമാനപ്പെട്ട വികാരിയച്ഛൻ ജോഷിച്ച, സ്നേഹബഹുമാനപ്പെട്ട ചാൻസലർ ഷാബച്ച, പ്രിയങ്കരനായ കോട്ടപ്പുറം ഫൊറോന വികാരി ജോസഫ് റാട്ടുത്തച്ച, സഹകാർമ്മികരായ വൈദികരെ, ഏറ്റവും പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, മാതാപിതാക്കന്മാരെ, സഹോദരന്മാരെ, വാത്സല്യ മക്കളെ, നമ്മെ സംബന്ധിച്ച് സ്വപ്ന സാക്ഷാത്കാരമാണ് ഇന്ന് നടക്കുക. അഭിമന്യ അരിക്കശ്ശേരി പിതാവ് കോട്ടപ്പുറം രൂപതയുടെ ഈ പ്രദേശത്തേക്ക് പ്രത്യേകമായിട്ട് ഇവിടെ ചിതറിക്കിടക്കുന്ന യുവമക്കളെ ഒരുമിച്ച് കൂട്ടുവാൻ വേണ്ടി ആദ്യമായിട്ട് ഒരു എപ്പിസ്കോപ്പൽ വികാരിയെ ഏർപ്പെടുത്തി. അതിനുശേഷം നമ്മുടെ ബഹുമാനപ്പെട്ട ആന്റണി അറക്കലച്ചൻ ഇവിടെ ഒരു സ്ഥലം വാങ്ങുകയും പിന്നീട് ജോഷിയച്ഛൻ്റെ നേതൃത്വത്തിൽ ദൈവജനത്തോട് ചേർന്ന് ഇവിടെ ഇതെല്ലാം വളരെ മനോഹരമാക്കി നമുക്കിവിടെ ഒരു പുതിയ ദേവാലയം ദൈവം നൽകിയിരിക്കുകയാണ്. നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ചേർന്ന് പ്രവർത്തിച്ച എല്ലാവർക്കും പ്രത്യേകമായിട്ട് നന്ദിയും അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. നമുക്കറിയാം, ദേവാലയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് വരുന്ന ഇടമാണ് ഒന്നാമതായിട്ട്. രണ്ടാമതായിട്ട് നമ്മുടെ കൂട്ടായ്മയുടെ ഇടമാണ്. ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ട് പരസ്പരം സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സങ്കടത്തിൻ്റെയും ഒക്കെ പങ്കുവയ്ക്കുന്ന ഇടം. മൂന്നാമതായിട്ട് പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഇടമാണ്. നമുക്ക് ലഭിക്കുന്ന നന്മകൾ അത് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുവാനുള്ള ഇടം. അങ്ങനെ പരിശുദ്ധ അമ്മയുടെ ഫാത്തിമ മാതാവിൻ്റെ ഈ ദേവാലയം വിശുദ്ധ ഗിരിയായിട്ട്, വിശുദ്ധ സ്ഥലമായിട്ട്, കൂടുതൽ പുണ്യം നിറഞ്ഞ ഇടമായിട്ട് തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്ന് ഇവിടെ ആയിരിക്കുന്ന നമ്മളെല്ലാവരെയും ആശീർവദിച്ചുകൊണ്ട് നമ്മളെല്ലാവരും തന്നെ ഈ വിശുദ്ധിയോട് ചേർന്ന് നിൽക്കുന്നവരാണ്. അതിനുള്ള അനുഗ്രഹത്തിനായിട്ട് നമുക്കിന്ന് പ്രാർത്ഥിക്കാം. നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി ചേർത്ത് വെച്ചുകൊണ്ട് നമുക്കിന്ന് ഈ ദേവാലയത്തിൻ്റെ ആശീർവാദ ക്രമത്തിൽ പങ്കുചേരാം. അഭിമന്യ പിതാവെ, പരിശുദ്ധ ഫാത്തിമ മാതാവിൻ്റെ നാമധേയത്തിന് പ്രതിഷ്ഠിക്കപ്പെടുവാൻ പണിതീർത്തിരിക്കുന്ന ദേവാലയ കവാടത്തിൽ നാടമുറിക്കുന്നതിന് അതീവ സന്തോഷത്തോടും ആദരവോടും കൂടെ അങ്ങേ ക്ഷണിക്കുന്നു. കർത്താവിനെ പ്രകീർത്തിച്ചുകൊണ്ട് തിരുനടയിലൂടെ ഉള്ളിലേക്ക് കടക്കുവിൻ. ദിവ്യസ്തുതികൾ ആലപിച്ചുകൊണ്ട് അവിടുത്തെ അങ്കണത്തിൽ നമുക്ക് പ്രവേശിക്കാം. പടിപ്പുരകളെ നിത്യമാം കവാടമേ ഉയർന്നു നിൽക്കുവിൻ. ഭൂമിയും അതിങ്കലുള്ള സർവവസ്തുവും ഭൂതലം അതിൽ വസിച്ചിടുന്ന സർവരും
ദൈവമായ നാഥനൊക്കെ സ്വന്തമാകുന്നു. ആഴിമേലി ഭൂതലത്തെ അങ്ങ് സ്ഥാപിച്ചു. നൽകവാനമേകുനി പടിപ്പുരകളെ നിത്യമാക്കവാനമേ ഉയർന്നു നിൽക്കുവിൻ. നൽകവാനമേകുനി പടിപ്പുരകളെ നിത്യമാക്കവാനമേ ഉയർന്നു നിൽക്കുവിൻ. രക്ഷകന്റെ മാമലയിലാ പ്രവേശിക്കും. തന്റെ ദിവ്യ സന്നിധിയിലാരു നിന്നിടും. സ്വച്ഛമാക്കരങ്ങളും മനസ്സുമുള്ളവൻ, വ്യർത്ഥമായി തൻ മനസ്സു മാറ്റിടാത്തവൻ. സ്വച്ഛമാക്കരങ്ങളും മനസ്സുമുള്ളവൻ, കള്ളസത്യമേതുമൊന്നു ചൊല്ലിടാത്തവൻ. നൽകവാനമേകുവിൻ പടിപ്പുരകളെ നിത്യമാം കവാടമേ ഉയർന്നു നിൽക്കുവിൻ. നൽകവാനമേകുവിൻ പടിപ്പുരകളെ. ദൈവത്തിന് സാഘോഷം പ്രതിഷ്ഠിക്കുന്ന ഈ അവസരത്തിൽ നമ്മുടെ പശ്ചാത്താപത്തിൻ്റെ അടയാളമായും ജ്ഞാനസ്നാനത്തിൻ്റെ സ്മരണയ്ക്കായും നമ്മുടെ മേൽ തളിക്കുവാനും ദേവാലയ ഭിത്തികളും ബലിപീഠവും ശുദ്ധീകരിക്കുവാനുമുള്ള ഈ ജലം അണിഞ്ഞ് ആശീർവദിക്കണമെന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കാം. നമ്മൾ സ്വീകരിച്ച പരിശുദ്ധാത്മാവിന്റെ പ്രചോദനമനുസരിച്ച് സദാ ജീവിക്കുവാനും വിശ്വസ്തയോടെ സഭയിൽ വ്യാപരിക്കുവാനും അവിടുത്തെ പ്രസാദം വരുത്താൻ അവിടുന്ന് നമ്മെ സഹായിക്കുമാറാകട്ടെ. എല്ലാ സൃഷ്ടികൾക്കും ആദികാരണമായ ദൈവമേ, അങ്ങ് എല്ലാ മനുഷ്യരെയും സവിശേഷമായി സ്നേഹിക്കുകയും പൈതൃകമായി സംരക്ഷിക്കുകയും പാപങ്ങളിൽ നിന്നും കാരുണ്യപൂർവ്വം മോചിച്ച് സഭയുടെ ശിരസ്സായ ക്രിസ്തുവിലേക്ക് ആനയിക്കുകയും ചെയ്യുന്നുവല്ലോ. ഞാൻ സ്നാനനിറവിലേക്ക് പ്രവേശിക്കുന്ന പാപികൾ ക്രിസ്തുവിനോടുകൂടെ മരിച്ച് അമർത്യനായി ഉയർത്തെഴുന്നേറ്റ് അവിടുത്തെ ഭൗതിക ശരീരത്തിൻ്റെ അവയവങ്ങളായി തീർന്ന് സ്വർഗീയ സമ്മാനത്തിന് അർഹരായി ഭവിക്കണമെന്ന് അങ്ങേ കാരുണ്യാതിരേവതരം നിശ്ചയിച്ചുവല്ലോ. ഈ ജലം കാരുണ്യപൂർവ്വം ആശീർവദിച്ച് പവിത്രീകരിക്കണമേ. ഞങ്ങളുടെ മേലും ഈ പീഠത്തിന്മേലും ദേവാലയ ഭിത്തികളിലും തളിക്കപ്പെടുന്ന ഈ ജലം രക്ഷാകരമായ ചാളനത്തിൻ്റെ അടയാളമായി തീരുമാനാകണമേ. അങ്ങനെ ക്രിസ്തുവിൽ വിശുദ്ധീകൃതരായ ഞങ്ങളെ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാക്കി തീർക്കണമേ. ഇവിടെ ദിവ്യരഹസ്യങ്ങൾ പരികർമ്മം ചെയ്യുന്ന ഞങ്ങൾ മറ്റെല്ലാ സഹോദരരോടൊപ്പം സ്വർഗീയ ജെറുസലേമിൽ വന്നെത്തുന്നതിനിടയാകുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. സർവശക്തനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. അങ്ങേ സൃഷ്ടിയായി അങ്ങേ കാരുണ്യാതിരകത്താൽ ആശീർവദിക്കുവാൻ തിരുവള്ളമാകണമേ. ജലത്തിൻ്റെ മാലിന്യം നീക്കം ചെയ്യുവാൻ, ജലത്തിൽ ഉപ്പ് കലർത്തുവാൻ എലീശാ പ്രവാചകൻ വഴിപ്പിച്ചുവല്ലോ. കർത്താവേ, ഉപ്പിൻ്റെയും ജലത്തിൻ്റെയും ഈ മിശ്രിതം കളിക്കപ്പെടുന്ന സ്ഥലത്ത് നിന്നെല്ലാം ശത്രുവിനെല്ലാം ദൂരെ അകറ്റുവാനും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ നിരന്തരം കാത്തുപാലിക്കുവാനും അനുഗ്രഹിക്കണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. മോദമാർന്നു കണ്ടു ഞാൻ
ജലധാര ദേവാലയത്തിൻ്റെ വാമഭാഗത്തു നിന്നുദ്ഭവിക്കും ജലധാര. ഈ ജലധാരയിൽ നിന്നു നീരണിയുന്നവരെല്ലാം ഈ ജലധാരയിൽ നിന്നു നീരണിയുന്നവരെല്ലാം നിർമ്മലഗാത്രരായി കന്മഷഹീനരായി ഇന്നഗീതങ്ങളിൽ വിളങ്ങി വാഴ്ത്തുവിൻ രക്ഷകനാമം പാടുവിൻ ഹല്ലേലൂയ. വാഴ്ത്തുവിൻ രക്ഷകനാമം പാടുവിൻ ഹല്ലേലൂയ. കീർത്തനം പാടി രക്ഷകനേശുവേ വാഴ്ത്തുവിൻ ഹല്ലേലൂയ. കീർത്തനം പാടി രക്ഷകനേശുവേ വാഴ്ത്തുവിൻ ഹല്ലേലൂയ. തിരഞ്ഞെടുക്കപ്പെട്ടവരെ രാജപുരോഹിത ഗണമേ വിശുദ്ധ ജനമേ പാടുവിനൊന്നായി ദൈവത്തിൻ അവതാരം. തിരഞ്ഞെടുക്കപ്പെട്ടവരെ രാജപുരോഹിത ഗണമേ വിശുദ്ധ ജനമേ പാടുവിനൊന്നായി ദൈവത്തിൻ അവതാരം. ഇരുളിൽ നിന്നു വിടർത്തി മണ്ണിൽ പ്രകാശരാജ്യത്താക്കി ദിവ്യഗ്രഹമാരി ചൊരിഞ്ഞ നാഥനെ വാഴ്ത്തിടുവിൻ. ഇരുളിൽ നിന്നു മണ്ണിൽ പ്രകാശരാജ്യത്താക്കി ദിവ്യാനുഗ്രഹമാരി ചൊരിഞ്ഞ നാഥനെ വാഴ്ത്തിടുവിൻ. അരുണ്യവാനും പിതാവുമായ ദൈവം ഈ ആലയത്തിൽ സന്നിഹിതരായി പരിശുദ്ധാത്മാവിന്റെ പ്രസാദവരത്താൽ അവിടുത്തെ സജീവാലയമായ നമ്മെ വിശുദ്ധീകരിക്കുമാറാകട്ടെ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു ഭൂമിയിൽ സമ്പന്നസുള്ളോർക്ക് ശാന്തിയുമേ. ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, അങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമായി ഞങ്ങൾ പാടുന്നു. അങ്ങേ മഹാമഹിമയ്ക്കിതാ നന്ദി ചൊല്ലും ദൈവത്തായ ദൈവമേ കർത്താവായ. ഈ പുസ്തകത്തിൽ നിന്നുള്ള വായന 7-ാം മാസം 1-ാം ദിവസം പുരോഹിതനായ എസ്രാ സ്ത്രീകളും പുരുഷന്മാരും തിരിച്ചറിവായ എല്ലാവരും അടങ്ങുന്ന സഭയുടെ മുമ്പിൽ കർത്താവ് ഇസ്രായേലിന് നൽകിയ മോശയുടെ നിയമഗ്രന്ഥം കൊണ്ടുവന്നു. മുമ്പിലുള്ള മൈതാനത്ത് നിന്നുകൊണ്ട് അതിരാവിലെ മുതൽ മധ്യാഹ്നം വരെ അവരുടെ മുമ്പിൽ പൗലോസ് അപ്പോസ്തലൻ എഫെസസ്കാർക്ക് എഴുതിയ ലേഖനം. ഇനിമേൽ നിങ്ങൾ അന്യരോ പരദേശികളോ അല്ല, വിശുദ്ധരുടെ സഹപൗരരും ദൈവഭവനത്തിലെ അംഗങ്ങളുമാണ്. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറമേൽ പണിതുയർത്തപ്പെട്ടവരാണ് നിങ്ങൾ. ഈ അടിത്തറയുടെ മൂലക്കല്ല് ക്രിസ്തുവാണ്.
കർത്താവ് നിങ്ങളോടുകൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷമുള്ള വായന. വിശുദ്ധനാകും മിഖായേലേ, വിശുദ്ധ മാനവദൂതന്മാരേ, വിശുദ്ധ സ്നാപക യോഹന്നാനേ, വിശുദ്ധനാകും യൗസേപ്പേ, വിശുദ്ധ പത്രോ. ദൈവമേ, സഭയെ സദാ വിശദീകരിക്കുകയും നയിക്കുകയും ചെയ്യുന്ന അങ്ങയുടെ തിരുദാനമായ സാഘോഷമായ സ്തുതിഗീതികളാൽ വാഴ്ത്തപ്പെടുക സമുചിതമാണല്ലോ. എന്തെന്നാൽ അങ്ങയെ ഭക്തിപൂർവം ആരാധിക്കുന്നതിനും അങ്ങയെ സ്വീകരണത്താൽ പരിപൂഷിതരാകുന്നതിനുമായി സജ്ജമാക്കിയിരിക്കുന്ന ഈ പ്രാർത്ഥനകളെ അങ്ങേ വിശ്വാസികൾ ആഘോഷപൂർവ്വം അങ്ങേക്ക് സമർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ക്രിസ്തു സ്വന്തം രക്തത്താൽ സഭയെ വിശദീകരിക്കുകയും തൻ്റെ മഹത്വപൂർണമായ മണവാട്ടിയും നിഷ്കളങ്കയായി വിരാജിക്കുന്ന വിശ്വസ്തനികയും ദൈവാരൂപിയുടെ ശക്തിയാൽ ധന്യയായ അമ്മയുമാക്കി തീർക്കുന്ന വിശുദ്ധ സഭയുടെ പ്രതിരൂപമാണല്ലോ ഈ ദേവാലയം. കർത്താവേ, അങ്ങയുടെ മുന്തിരിത്തോട്ടമാവുന്ന സഭ ലോകമായി പടർന്ന് ശാഖകളോടും സുഖം വരെയെത്തുന്ന ശിഖരങ്ങളോടും കൂടെ വളർന്ന് പന്തലിച്ചു നിൽക്കുന്നുവല്ലോ. മനുഷ്യരുടെ ഇടയിൽ വിരാജിക്കുന്ന വസിക്കുന്ന ദിവ്യകൂടാരമായ തിരുസഭ സജീവ ശിലകളാൽ നിർമ്മിതവും അപ്പസ്തോലികമാവുന്ന അടിസ്ഥാനത്തിന്മേൽ വിശ്വസ്തമാകുന്ന മൂലക്കലിന്മേൽ നിർമ്മിതമാകുവാനും സദാ സഭ സൗഭാഗ്യപൂർണ്ണമത്രേ. അത്യുത്കൃഷ്ടമായ ഈ സഭ മലമുകളിൽ സഭാവിലാപമായ നഗരം പോലെ സഭ മലമുകളിൽ സ്ഥാപിതമായ നഗരം പോലെ സർവ്വലോകത്തിനും ദൃശ്യമാണല്ലോ. ഈ സഭ കുഞ്ഞാടിൻ്റെ ദീപത്താണ് പ്രകാശിതവും വിശുദ്ധരുടെ സ്തോത്ര ഗീതാലപനത്താകുന്നു. ആകയാൽ താഴ്മയോടെ അങ്ങയോടെ പ്രാർത്ഥിക്കുന്നു. ഈ ദേവാലയവും ബലിപീഠവും അങ്ങേ സ്വർഗീയ അനുഗ്രഹങ്ങൾ പൊലിഞ്ഞ് പവിത്രമാക്കണമേ. ഈ സ്ഥലമെന്നും പരിശുദ്ധമായി പരിരസിക്കട്ടെ. ഈ ബലിപീഠം എക്കാലവും ക്രിസ്തുവിൻ്റെ യാഥാർത്ഥ്യത്താണ് പര്യാപ്തമായ ദിവ്യവേദിയായി നിലനിർത്തുവാൻ കഴിയണമേ. പിതാവായ അങ്ങയുടെ മക്കളായ ഞങ്ങളിവിടെ നിന്ന് നിർഗണിക്കുന്ന പ്രസാദവരായാൽ പാപത്തറിൽ നിന്ന് മോചിതരായി പാപത്തിന് മരിച്ച് ജീവൻ പ്രാപിക്കുവാനാകട്ടെ. ഈ ബലിപീഠത്തിന് ചുറ്റും വന്നടഞ്ഞിരിക്കുന്ന വിശ്വാസികൾ പ്രസാദിവരെ ആഘോഷിക്കുവാനും ക്രിസ്തുവിൻ്റെ തിരുവചനം തിരിച്ചറിവ് ഉൾക്കൊള്ളുവാനും ശക്തിയാർജിക്കുവാനാകട്ടെ. ഇവിടെ അർപ്പിക്കപ്പെടുന്ന സ്തോത്രയാഗ്രഹിക്കുന്നു സ്വീകാര്യമാകട്ടെ. മാനവരായ ഏവരും മാലാഖമാരോട് ചേർന്ന് അർപ്പിക്കുന്ന പ്രാർത്ഥനകൾ ലോകരക്ഷയ്ക്ക് ഉപകരിക്കുമാറാകണമേ. ഇവിടെ പാവപ്പെട്ടവർ കാരുണ്യവും വർദ്ധിത യഥാർത്ഥമായ സ്വാതന്ത്ര്യവും കാരുണ്യം കണ്ടെത്തുമാറാകട്ടെ. എല്ലാ മനുഷ്യരും അങ്ങേ ഭക്തിയുടെ മഹത്വമടിഞ്ഞ് സന്തോഷമോ മനസ്സിലായി സ്വർഗീയ ജെറുസലേം എത്തിച്ചെത്തുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ായ്മയിലുള്ള അഭിഷിക്തനായ ക്രിസ്തുവിൻ്റെ അടയാളമാണ്. കാരണായക സംഘത്തോടൊപ്പം ദൈവിക ചൈതന്യം വന്നിറങ്ങുവാൻ നമുക്ക് ആലപിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഞങ്ങളുടെ എളിയ ശുശ്രൂഷയാൽ അഭിഷേകിക്കപ്പെടുന്ന ഈ യാഗപീഠവും ദേവാലയം കർത്താവ്
സ്വന്തം ശക്തിയാൽ പവിത്രീകരിക്കട്ടെ. അങ്ങനെ ക്രിസ്തുവിൻ്റെയും സഭയുടെയും ദിവരഹസ്യം ദൃശ്യാടയാളങ്ങളാൽ പ്രകാശിതമാക്കട്ടെ. ആമേൻ. ദൈവത്തിൻ ചൈതന്യമേ ഞങ്ങൾ വന്നു നിറഞ്ഞിടണേ. ദിവ്യമാം ഗാനങ്ങളാൽ ഞങ്ങളെ നവ്യരായി മാറ്റണമേ. ദൈവത്തിൻ ചൈതന്യമേ ഞങ്ങൾ വന്നു നിറഞ്ഞിടണേ. ദിവ്യമാം ഗാനങ്ങളാൽ ഞങ്ങളെ നവ്യരായി മാറ്റണമേ. യേശുവിൻ ചൈതന്യമേ ഞങ്ങളിൽ വന്നു നിറഞ്ഞിടണേ. ദിവ്യമാം ദാനങ്ങളാൽ ഞങ്ങളെ നവ്യരായി മാറ്റണമേ. ദിവ്യാത്മ ചൈതന്യമേ ഞങ്ങളിൽ വന്നു നിറഞ്ഞിടണേ. ദിവ്യമാം ദാനങ്ങളാൽ ഞങ്ങളെ നവ്യരായി മാറ്റണമേ. ഈ കർമ്മത്തിൽ നമുക്ക് പങ്കുചേരാം. കർത്താവേ, ധൂപാപടപടലം പോലെ ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങയുടെ സന്നിധിയിലേക്ക് ഉയരുമാറാകട്ടെ. ഈ ദേവാലയം സുഗന്ധപൂരിതമാകും പോലെ അങ്ങേ തിരുസഭ ക്രിസ്തുവിൻ്റെ പരിമളമെങ്ങും പ്രസരിപ്പിക്കുമാറാകട്ടെ. വത്സലപിതാവേ, അങ്ങേ പുത്രൻ മനുഷ്യനായി ഞങ്ങളുടെ ഇടയിൽ വസിക്കുകയും കുരിശായാഗപീഠത്തിൽ
ഞങ്ങൾ രക്ഷയ്ക്കായി സ്വയം അർപ്പിക്കുകയും ചെയ്തുവല്ലോ. അങ്ങേ പുത്രന്റെ മനുഷ്യാവതാരത്തിൻ്റെയും മരണത്തിൻ്റെയും ഉയർപ്പിൻ്റെയും നിത്യസ്മാരകമായി പരിശുദ്ധ കുർബാന സ്ഥാപിക്കുകയും അടുത്ത് തിരുശരീര രക്തങ്ങൾ ഞങ്ങളുടെ ആധ്യാത്മിക ഭോജനമായി നൽകുകയും ചെയ്തു. അങ്ങയോട് വിനീതമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ തിരുക്കുമാരൻ്റെ തിരുശരീരം ഉൾക്കൊള്ളുവാനുള്ള ഈ സക്രാരിയം കനിഞ്ഞ് ആശീർവദിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിൻ്റെ നാമത്തിൽ ഈ സക്രാരി ആശീർവദിക്കപ്പെടുകയും പവിത്രീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കാൽവരിയിലെ ക്രിസ്തുവിൻ്റെ പരമയാഗം അനുസ്മരിപ്പിക്കുന്ന ക്രൂശിത രൂപത്തിൻ്റെയും കർത്താവിൻ്റെ തിരുസ്വരൂപത്തിൻ്റെയും ആശീർവാദ പ്രാർത്ഥന അഭിമന്യ പിതാവിനോടൊപ്പം നമുക്ക് അർപ്പിക്കാം. സർവശക്തനും കാരുണ്യവാനുമായ പിതാവേ, ക്രിസ്തുനാഥന്റെ കുരിശു വഴി അങ്ങ് മനുഷ്യർക്ക് നിത്യരക്ഷ പ്രദാനം ചെയ്തുവല്ലോ. രക്ഷയുടെ അടയാളമായ ഈ കുരിശു രൂപത്തെ കനിഞ്ഞ് ആശീർവദിക്കണമേ. മനുഷ്യവർഗത്തിൻ്റെ പ്രതീക്ഷയും ജീവനുമായ ക്രിസ്തുവിൻ്റെ കുരിശിൽ അഭിമാനം കൊള്ളുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈശോയുടെ പീഡാനുഭവത്തെയും മരണത്തെയും അനുസ്മരിക്കുവാൻ ഈ കുരിശു രൂപം ഞങ്ങളെ സഹായിക്കട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ത്രിയേക ദൈവത്തിൻ്റെ സാന്നിധ്യം എന്നും ദേവാലയത്തിൽ സംജാതമാകുവാൻ കർത്താവിൻ്റെ ചിത്രം നമുക്ക് ആശീർവദിക്കുവാനായിട്ട് അഭിമന്യ പിതാവിനോടൊപ്പമായിരിക്കും. സർവശക്തനും കാരുണ്യവാനുമായ ദൈവമേ, കർത്താവിശ്വസിയായുടെ ഈ ഫോട്ടോ ദയാപൂർവം കനഞ്ഞാസ്വദിക്കണമേ. അങ്ങേ മഹത്വത്തിനായി പ്രതിഷ്ഠിക്കപ്പെടുന്ന ഈ ഫോട്ടോ ഞങ്ങളുടെ കർത്താവിശ്വസിയായുടെ സ്മരണം ഞങ്ങളിൽ നിർത്തട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കുവാനായി ഇതിനു മുൻപിൽ അണയുമ്പോൾ അങ്ങ് ഞങ്ങളുടെ ചുറ്റുണ്ടായിരിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ക്രിസ്തുവിനെ അനുഗമിക്കുന്നതിന് തിരുക്കുടുംബ മാതൃക അനിവാര്യമാണ്. തിരുക്കുടുംബ ചിത്രം ആശീർവദിക്കുന്ന കർമ്മമാണ് നടക്കുക. നമ്മുടെ കുടുംബങ്ങൾ തിരുക്കുടുംബ മാതൃകയിൽ വളരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും കാരുണ്യവാനുമായ ദൈവമേ, ഈ തിരുക്കുടുംബത്തിൻ്റെ ഫോട്ടോയെ കനിഞ്ഞാസ്വദിക്കണമേ. അങ്ങേ മഹത്വത്തിനായി പ്രതിഷ്ഠിക്കപ്പെടുന്നത് നസ്രത്തിലെ തിരുക്കുടുംബത്തിൻ്റെ സ്മരണ ഞങ്ങളിൽ നിലനിർത്തട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കുവാനായി ഇതിന് മുൻപിൽ അണയുമ്പോൾ അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളണമേ. എല്ലാ മനുഷ്യരെയും വിശുദ്ധിയിലേക്ക് ക്ഷണിക്കുന്ന ദൈവമേ, പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഈ രൂപം കനിഞ്ഞ് ആസ്വദിക്കണമേ. പ്രാർത്ഥിക്കുവാനായി ഈ രൂപത്തിന് മുൻപിൽ അണയുമ്പോൾ അങ്ങ് ഞങ്ങളുടെ മനസ്സും ഹൃദയവും അങ്ങേ പക്കലേക്ക് ഉയർത്തണമേ. ഈശ്വംശിയായി അനുകരിക്കുവാൻ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജീവിത മാതൃക ഞങ്ങൾക്ക് പ്രചോദനം നൽകട്ടെ. പരിശുദ്ധ അമ്മയുടെ വിശ്വാസപൂർണ്ണമായ വണക്കം, അമ്മയോടുള്ള വിശ്വാസപൂർണ്ണമായ വണക്കം അങ്ങയോട് അനുഗ്രഹം അടുത്ത് വരുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളണമേ. സ്നേഹപിതാവേ, പാപത്തിന് മരിച്ചവരായി വിശുദ്ധിയിൽ ജീവിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കുന്നതിന് വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ സ്വയം മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയും മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തുവല്ലോ. അവിടുത്തെ പീഡാനുഭവ രഹസ്യങ്ങൾ വിശ്വാസപൂർവ്വം അനുസ്മരിപ്പിക്കുന്ന കുരിശിൻ്റെ വഴിയുടെ ഈ രൂപങ്ങളെ കനിഞ്ഞ് ആശീർവദിക്കണം. ജീവിതത്തിലുണ്ടാവുന്ന കുരിശുകൾ ക്ഷമയോടെ സഹിച്ചുകൊണ്ട് ക്രിസ്തുവിനെ അനുഗമിക്കുവാനും അവിടുത്തെ ദിവ്യമഹത്വം ദർശിച്ച് ആനന്ദിക്കുവാനും അനുഗ്രഹം നൽകണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളണമേ.
ഞാനത് ഓർമ്മിപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ പ്രകാശം സഭയെ പ്രഭാപൂരിതമാക്കുന്നു. അതുപോലെ സർവ്വജനങ്ങളും സത്യത്തിൻ്റെ പൂർണ്ണത സംപ്രാപിക്കുമാറാകട്ടെ. കാഴ്ചയപ്പിന് പങ്കെടുക്കുവാനുള്ളവർ വന്നിടാം ഞാൻ. സിംഹാസനസ്ഥൻ അരുളിച്ചെയ്യുന്നു സർവ്വവും ഞാൻ